പാലക്കാട് പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടന്ന സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതല്ല. ജനസേവനം, മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക, സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ, ഒരു രോഗിയോടുള്ളൊരു ഡോക്ടറെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഒരു ഡോക്ടറുടെ, ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ, ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ തൻ്റെ മുൻഗാമികളെല്ലാം ഉപേക്ഷിച്ചു പോയ, പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു. അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് ഡോക്ടർ സരിൻ ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ സരിൻ ജയിക്കും. സരിൻ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്, ഈ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്, ഇവിടുത്തെ കർഷക ജനസാമാന്യത്തിന് ആവശ്യമാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമെല്ലാം ആഗ്രഹിക്കുന്നത് സരിൻ ജയിക്കണം, ജയിച്ചു വരണമെന്നാണ്. ആ ദൗത്യം നിർവഹിക്കാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സരിനെ വിജയിപ്പിക്കാൻ ഉത്തമനായൊരു പൊതുസേവകൻ, ജീവിതത്തിൽ ജനസേവനത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ഇവിടെ ജനവിധി നേടുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മത്സരമാണെങ്കിൽ പോലും ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ലക്ഷ്യബോധത്തോടു കൂടി എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ചിന്തിക്കും. എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ഡോക്ടർ സരിന് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. പാലക്കാട് ജനതയുടെ ആഗ്രഹം സഫലീകരിക്കും എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മാധ്യമക്കാരുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പെട്ടെന്നല്ല, എല്ലാം ഓരോരുത്തരും വരുന്നതും പോകുന്നതും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. നിങ്ങളിവിടെ വന്നത് പെട്ടെന്നല്ലേ? അതിൻ്റെ കാരണം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ഇടതുപക്ഷ മനസ്സായിരുന്നു. അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത്. ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്, CPM-ലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരു വൻതുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങുകയല്ലേ? ആ മാഹാത്മ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? നിങ്ങൾ ആ മാഹാത്മ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് വേണ്ടത്. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഒരു സങ്കുചിത വലയത്തിനകത്തല്ല, വിശാലമായ ഒരു മനസ്കതയുടെ ഉടമയാണ് അദ്ദേഹം. എല്ലാ പാർട്ടിയിലും പെട്ടവരും ഒരു പാർട്ടിയിൽപ്പെടാത്തവരും എല്ലാ ജാതിമത വിശ്വാസികളും എല്ലാവരും സഹായിക്കുന്ന, എല്ലാവരും പിന്തുണ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ ഒന്നുമല്ല.
നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഡോക്ടർ സരിനുമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും മാറും. തെറ്റിദ്ധാരണ വെച്ച് പുലർത്തവരുടെ അഭിപ്രായം മാറും. സരിൻ ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഞാൻ അദ്ദേഹവുമായിട്ട് ഇവിടെ വന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് കാരണം ഇവിടെ ഒട്ടനവധി സഖാക്കൾ പാർട്ടി പ്രവർത്തകന്മാർ പാർട്ടിയിലേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല. സാധിക്കില്ല, നിങ്ങൾക്കറിയാം. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, ഇന്ന് സംസാരിച്ചിരുന്നു. ഇന്ന് ഞാനിവിടെ വന്ന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനന്ന് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, കേരളത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹം വിളിച്ചതായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുണ്ട്. അതിനുശേഷവും അദ്ദേഹം അൻവറിന് ഏതെങ്കിലും ഒരാൾക്ക് പകരം വേറൊരാളാകുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എല്ലാ മനുഷ്യനും പ്രത്യേക വ്യക്തിത്വമുണ്ട്. ഇവിടെ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സവിശേഷത ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾ അദ്ദേഹത്തിന് താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണോ? നിങ്ങളെന്തുകൊണ്ട് എന്നോടൊപ്പം എന്ന് ചോദിക്കാത്തത്, നിങ്ങളോടൊപ്പമാണെന്ന് ചോദിക്കാത്തത്? നിങ്ങളുടെ വ്യക്തിത്വം കുറഞ്ഞതുകൊണ്ടാണോ? ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്.